വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. കൊറോണ വ്യാപകമാകുന്ന പശ്ചാത്തലത്തിൽ ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിലവിൽ സാമ്പത്തിക പ്രതിസന്ധി ഉരുവായിരിക്കുകയാണ്. എന്നാൽ ഭരണാധികാരികളുടെ നിശ്ചയദാർഢ്യം അതിനു മുന്നിൽ തോൽക്കാൻ തയ്യാറുമല്ല. പല വിധത്തിലും ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കാനാണ് ഓരോ ഗൾഫ് രാഷ്ട്രവും പരിശ്രമിച്ചു പോരുന്നത്. എന്നിരുന്നാൽ തന്നെയും ഈ ഒരു പ്രതിസന്ധി മറികടക്കാൻ വർഷാവസാനം വരെ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. COVID-19 പശ്ചാത്തലത്തിൽ രാജ്യത്തുണ്ടായ പ്രതിസന്ധി മാസങ്ങളോളം തുടരുമെന്നും വർഷാവസാനം വരെ നീണ്ടുപോയേക്കാമെന്നും സൗദി ധനമന്ത്രി മുഹമ്മദ് അൽ ജദ്ആൻ സ്വകാര്യ മേഖല പ്രതിസന്ധിയിലായതും എണ്ണവിലയിൽ ഇടിവുണ്ടായതും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുമെന്നും ചെലവ് ചുരുക്കൽ പദ്ധതികൾ നടപ്പാക്കുമെന്നും അദ്ദേഹം അറിയിക്കുകയുണ്ടായി. സാമ്പത്തിക വെല്ലുവിളി നേരിടാൻ ഈ വർഷം പ്രഖ്യാപിച്ച പല പദ്ധതികളും നിർത്തിവെക്കുമെന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ആരോഗ്യ മേഖലയ്ക്ക് 4700 കോടി റിയാൽ അനുവദിക്കുകയും ചെയ്യും. സ്വകാര്യ മേഖലയുടെ കുടിശ്ശിക തീർക്കാൻ 2300 കോടി റിയാൽ നീക്കിവെക്കും. കരുതൽ ധനത്തിൽ നിന്ന് 120 റിയാലിലധികം പിൻവലിക്കേണ്ടി വരുമെന്ന് പ്രതീക്ഷിക്കുന്നുമില്ല. ആവശ്യമെങ്കിൽ 100 ബില്യൺ റിയാൽ അധിക വായ്പ എടുക്കുമെന്നും അതോടെ പൊതുകടം 220 ബില്യൺ റിയാലായി ഉയരുമെന്നും അദ്ദേഹം പറയുകയും ചെയ്തു. അത്തരത്തിൽ കോവിഡ് പ്രതിസന്ധി മൂലം അടഞ്ഞുകിടക്കുന്ന സാമ്പത്തിക മേഖലയിലെ സ്ഥാപനങ്ങൾ ഘട്ടം ഘട്ടമായി തുറക്കുന്നത് സംബന്ധിച്ച് ബന്ധപ്പെട്ട വകുപ്പുകൾ പഠനം നടത്തി വരികയാണ്. വിദേശികളുടെ ലെവി ഉൾപ്പെടെയുള്ള ഫീസുകൾ ഒഴിവാക്കുകയോ കാലാവധി നീട്ടി നൽകുകയോ ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളും പരിഗണനയിലാണ്. പല ഫീസുകളും അടയ്ക്കുന്നത് നിലവിൽ 3 മാസത്തേക്ക് നീട്ടിയിട്ടുണ്ടെന്നും ആവശ്യമെങ്കിൽ 6-9 മാസം വരെ നീട്ടി നൽകുമെന്നും സാഹചര്യമനുസരിച്ച് ഒഴിവാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ സൗദിയിൽ നിന്നും നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കായി സൗദി ആഭ്യന്തര മന്ത്രാലയം പുതിയ സേവനം ആരംഭിച്ചു കഴിഞ്ഞു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് പുതിയ പദ്ധതി ആരംഭിച്ചത്. ഇന്ത്യ അനുവദിച്ച പ്രവാസികൾക്ക് അടുത്ത മാസം ആദ്യ വാരത്തിൽ തന്നെ പ്രത്യേക വിമാനങ്ങൾ നാട്ടിലേക്ക് പോകാമെന്നും സൗദി ഭരണകൂടം വ്യക്തമാക്കുകയും ചെയ്തു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.